ഹായ് എവരിവൺ, ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഡക്റ്റ് റിസർച്ചിനെ കുറിച്ചാണ്. ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ നമ്മൾ തുടങ്ങുമ്പോൾ ഇനിഷ്യൽ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ മറ്റേ ആഡ്സ് അല്ലെങ്കിൽ ടിക്ടോക്ക് ആഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു സെയിൽ എടുക്കാൻ നിൽക്കുമ്പോൾ, ഒരു ഇമ്പൾസീവ് ട്രാഫിക്കിൽ നിന്ന് നമ്മൾ സെയിൽ എടുക്കാൻ നിൽക്കുമ്പോൾ, ആ ഒരു ട്രാഫിക്കിൽ നിന്ന് നമുക്ക് സെയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, നോൺ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പ്രോഡക്ട്സ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട്സ് കിട്ടൂ. നമ്മളിപ്പോൾ റോങ് പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് ബാനായി പോകും. അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ നമുക്ക് റിസൾട്ട്സ് കിട്ടത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് മീൻസ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഫെയിലായി പോകും. നമുക്ക് ഒരുപാട് ലോസും വരും. എസ്പെഷ്യലി ഇപ്പോൾ ഈ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ UK പോലത്തെ കൺട്രി അല്ലെങ്കിൽ US പോലത്തെ കൺട്രിയിലൊക്കെ ഹെവി കോമ്പറ്റീഷനാണ്. നമ്മളിപ്പോൾ ഏത് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് എടുത്താലും അത് മേ ബി പല ആളുകളും നേരത്തെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും, പല ബ്രാൻഡ്സുകളും അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ആ പ്രോഡക്ട്സൊക്കെ അവരുടെ മാർക്കറ്റ് പ്ലേസസ്, ആ കൺട്രിയിലുള്ള ആമസോൺ പോലെയുള്ള മാർക്കറ്റ് പ്ലേസസിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴും മേ ബി സൈമൾട്ടേനിയസ് ആയിട്ട് പല ആളുകളും പല ബ്രാൻഡുകളും നമ്മളെ സെയിം കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കോമ്പറ്റീഷൻ എപ്പോഴും ഈ ഒരു മാർക്കറ്റിൽ നമ്മളിപ്പം ചെയ്യുമ്പോഴുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഈ ക്രൈറ്റീരിയ എല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? അപ്പോൾ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിഷ്. നമ്മൾ ഏത് നിഷിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ നിഷ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ നമുക്ക് പ്രോഡക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു പണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജനറൽ സ്റ്റോർ കാറ്റഗറി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോറിനകത്ത് തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് ഇപ്പോൾ പെറ്റായിട്ടുള്ള പെറ്റ്സിലുള്ള പ്രോഡക്ട്സ്, ഹോം യൂട്ടിലിറ്റീസ് പ്രോഡക്ട്സ്, കിച്ചൺ പ്രോഡക്ട്സ്, ഇങ്ങനെ ഒരു ജനറൽ സ്റ്റോറായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കൈൻഡ് ഓഫ് സ്റ്റോഴ്സ് ഒന്നും വർക്കാവത്തില്ല. കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഇ-കൊമേഴ്സിലൊക്കെ വന്നിട്ടുണ്ട്. യൂസേഴ്സിനൊക്കെ ഒരു സ്റ്റോർ കണ്ടാൽ തന്നെ ഇപ്പോൾ മനസ്സിലാവും ഇതൊരു ബ്രാൻഡഡ് സ്റ്റോറാണോ അതില്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് കൈൻഡ് ഓഫ് സ്റ്റോറാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഒരു ജനറൽ സ്റ്റോർ ഇപ്പോൾ വർക്കൗട്ട് ആവാൻ ചാൻസസ് കുറവാണ്. മേ ബി വർക്കൗട്ട് ആവാം, നമ്മളിപ്പോൾ നല്ല രീതിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ആവാം. ബട്ട് ഇന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രാൻഡ് സ്റ്റോറാണ്. ഒരു കൈൻഡ് ഓഫ് നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ നിഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് റിസൾട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ബ്രാൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി നമ്മളിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ വിറ്റുന്ന പ്രോഡക്റ്റ് തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റിയെ കൂട്ടി നമുക്ക് നമ്മളുടെ ബ്രാൻഡ് ലോഗോയൊക്കെ വെച്ച് നമുക്ക് ഒരു നല്ലൊരു ബ്രാൻഡായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നിഷിനെ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ നിഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇറക്കിയിട്ട് ആ നിഷ് ബേസ്ഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരുടെ ഇടയിൽ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രാൻഡിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് നല്ലൊരു മാർജിനിൽ ആ ഒരു ബ്രാൻഡിനെ നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാനും പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. നിഷിൽ നിന്ന് ഒരു പ്രോഡക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ നിഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കിന്ന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മേ ബി നമ്മളിപ്പോൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ഫ്രീ കൈൻഡ് ഓഫ് മെത്തേഡ്സുകൾ, ഇപ്പം മറ്റേ ആഡ്സ് ലൈബ്രറിയിൽ പോയി പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് #, ബേസ്ഡ് ആയിട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ പല ടൂൾസുകൾ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മീൻസ് ഇപ്പോൾ ഈ വിന്നിങ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് പറഞ്ഞു തരുന്ന കുറേ ടൂൾസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊന്ന് പ്രോഡക്ട്സിനെ അനലൈസ് ചെയ്ത് ആ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ കോമ്പറ്റീറ്റേഴ്സിനെയും അനലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല നല്ല ടൂളുകളുണ്ട്. അപ്പോൾ അത് പെയ്ഡ് ടൂൾസാണ്. അപ്പോൾ ആ പെയ്ഡ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഫ്രീ ടൂൾസൊക്കെ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോഡക്ട്സൊക്കെ മേ ബി ഒരുപാട് പേര് വേറെ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത് ഹെവിലി സാച്ചുറേറ്റഡ് ആവാം. അപ്പോൾ ആ പ്രോഡക്ട്സ് ചിലപ്പോൾ നമ്മൾ ചെയ്താൽ നമുക്ക് റിസൾട്ട്സ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് പെയ്ഡ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് നല്ല പ്രോഡക്ട്സുകൾ നമ്മൾ സെലക്ട് ചെയ്ത നിഷിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നോക്കുക. ഓൾറെഡി അത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അനലിറ്റിക്സ് ഒക്കെ നോക്കുക. അപ്പോൾ അതിനെ നമുക്ക് എക്സാക്ട്ലി കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി നമുക്ക് ഇൻസ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു ബ്രാൻഡ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. മേ ബി നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു
അതൊരു ഇതേപോലെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലൈകളിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ആ കൈൻഡ് ഓഫ് പ്രോഡക്ട്സിനെ നമുക്ക് അനലൈസ് ചെയ്യാം. ആ ബ്രാൻഡിന് എത്രത്തോളം അവരുടെ അഡ്വർടൈസ്മെൻറ്റ് റീച്ച് ആവുന്നുണ്ട്, അതിൽ എത്രത്തോളം റിസൾട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് പല ടൂൾസുകൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അവരുടെ ട്രാഫിക് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമല്ല അവർ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് രീതി, ഇപ്പോൾ മെറ്റാ ആഡ്സിലൊക്കെ ആണെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ക്രിയേറ്റീവ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഏതൊക്കെ ആംഗിൾസിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല അതിൽ അവർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റീച്ച് പോകുന്ന ക്രിയേറ്റീവ്സ് ഏതാണ്, ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് കിട്ടുന്ന ക്രിയേറ്റീവ്സ് ഏതാണ്, ഇതൊക്കെ നമുക്ക് പല ടൂൾസ് വെച്ച് അനലൈസ് ചെയ്യാം. അതിനുശേഷം അതേ എക്സാക്റ്റ് സംഭവം നമുക്ക് നമ്മളുടെ ബ്രാൻഡിലോട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യാം. അതാണ് ഇന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനെ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റീൽ മെത്തേഡ്, ഇപ്പോൾ സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ബുക്കിൻ്റെ ഉണ്ട് ഈ ബുക്ക്. ആക്ച്വലി ഈ ബുക്ക് എന്ന് പറയുന്നത് ഇത് നല്ല സൂപ്പർ ബുക്കാണ്. ഓസ്റ്റിൻ ക്ലിയോൺ എഴുതിയ ബുക്കാണിത്. ഇത് കുറച്ച് മുമ്പുള്ള ബുക്കാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പുതുതായിട്ടൊന്നും ഇൻവെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ലോകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും വേറെ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മളതിനെ ജസ്റ്റ് എടുത്ത് നമ്മളൊന്ന് ഇൻസ്പയർ ആയി റെപ്ലിക്കേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ചിലപ്പോൾ ആ ആൾക്കുണ്ടായ സെയിം റിസൾട്ട്സ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം കൈൻഡ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇത് ഏത് നിഷിലും വർക്കൗട്ട് ആവും. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മീൻസ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏത് നിഷിലും വർക്കൗട്ട് ആവും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നിഷ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യമുള്ള നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെറ്റ് നിഷ് ഇഷ്ടമാണ്. ഓക്കെ, പെറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, പെറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, പെറ്റ്സിൻ്റെ രീതികൾ ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. മേ ബി പെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പെറ്റ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാൻ പറ്റും. അത് ബേസ്ഡായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റും. കാരണം ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്തുള്ള പാർട്സിലൊക്കെ നമുക്ക് അതെങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ റിസർച്ച് ചെയ്യുന്ന പ്രോഡക്ട്സിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്രോഡക്റ്റിന് ഒരു അവതാർ ബിൽഡ് ചെയ്യണം, അവതാർസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ആ അവതാർസിൻ്റെ ഇടയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിഷ് നിങ്ങൾക്ക് അറിയാവുന്ന നിഷാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള നിഷാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പല കാര്യങ്ങളും പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഒരു നിഷ് താല്പര്യമില്ലെങ്കിലും അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇതിനകത്ത് നിന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു അഡ്വാൻറ്റേജാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നിഷിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നിഷ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൽ റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അഡ്വാൻറ്റേജാണ്, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് 5-10 മിനിറ്റ് വെച്ച് നടക്കുന്ന കാര്യമില്ല. ഇത് ഇരിക്കുക, നല്ല രീതിയിലിരുന്ന് നല്ല രീതിയിൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാം, എങ്കിൽ നമുക്ക് നല്ല പ്രോഡക്ട്സുകളും നമ്മളെ നിഷ് ബേസ്ഡായിട്ട് നല്ല പ്രോഡക്ട്സുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലോട്ടും നല്ല റവന്യൂവിലോട്ടും അതിനുപരി നല്ലൊരു പ്രോഫിറ്റിലോട്ടും പോകാൻ പറ്റും നിങ്ങളുടെ സ്റ്റോർ. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ നിഷ് സെലക്ട് ചെയ്യുന്നത്, പിന്നെ അതിലൂടെ എങ്ങനെ പ്രോഡക്റ്റ് റിസർച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കുറച്ച് പ്രോഡക്ട്സ് സെലക്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് പറയുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഏത് പ്രോഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്താലും, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഇ-കോമേഴ്സിൽ സെലക്ട് ചെയ്യുന്ന രീതി വെച്ചാണ് പറയുന്നത്. കാരണം ഇത് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മാത്രം മുൻനിർത്തിയല്ല പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു ഇനിഷ്യൽ ഫേസ് മാത്രമേ ഉള്ളൂ. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് ഒരു ബ്രാൻഡഡ് സ്റ്റേജിലൂടെ പോകുമ്പോൾ, ബ്രാൻഡഡ് സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തുമ്പോൾ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രോഡക്റ്റ് റിസർച്ചിൻ്റെ ഈ വിന്നിങ് പ്രോഡക്റ്റ് ക്രൈറ്റീരിയയുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ക്രൈറ്റീരിയാസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സോൾവ്സ് എ റിയൽ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഒരു ജെന്യുവിൻ പെയിൻ, ഫ്രസ്ട്രേഷൻ ഓർ എവറിഡേ സ്ട്രഗിൾ പീപ്പിൾ ആക്റ്റീവ്ലി വാണ്ട് സോൾവ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡെയിലി ഇപ്പം
ഒരു യൂസേഴ്സ് ഒരു ഡെയിലി പീപ്പിൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസോ പെയിനോ ഫ്രസ്ട്രേഷൻസോ ഇപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടൊരു അതിനെ സോൾവ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ വിൽക്കേണ്ടത്. അപ്പോൾ അത് ഒരു പെയിൻ റിലീഫ് പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ പെറ്റൊക്കെ ആണെങ്കിൽ പെറ്റ്സിനെ ഇപ്പോൾ അവർക്ക് ഒരു പെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു കൈൻഡ് ഓഫ് എപ്പോഴും ഒരു ജെനുവിൻ പെയിനോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനോ ഉള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആവാം. ആ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മളെപ്പോഴും കൊണ്ടുവരേണ്ടത്. കാരണം പ്രോബ്ലം സോൾവിങ് പ്രോഡക്ട്സുകൾ നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വിൽക്കാൻ പറ്റും. യൂസേഴ്സിന് അത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്താൽ മതി. എങ്ങനെ ഈ പ്രോഡക്റ്റ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ള ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. നമുക്ക് പെട്ടെന്ന് യൂസേഴ്സിൻ്റെ ഇടയിൽ വിൽക്കാൻ പറ്റും. ഇറസ്പെക്റ്റീവ് ഓഫ് സീസണായിട്ടത് നമുക്ക് എപ്പോഴും വേണോ അത് വിൽക്കാൻ പറ്റും. ഈവൻ ദോ അത് സാച്ചുറേറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ നെക്സ്റ്റ് വേരിയൻസുകൾ നമുക്ക് വിൽക്കാൻ പറ്റും. ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റാണ്. ഞാൻ എപ്പോഴും മിക്ക സ്റ്റോറുകളിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വിൽക്കാനും ഏറ്റവും ഇഷ്ടം പ്രോബ്ലം സോൾവിങ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സുകളാണ്. അപ്പോൾ അതൊരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. നിങ്ങൾ ഏത് നിഷാണ് സെലക്ട് ചെയ്താലും അത് ആ നിഷിലുള്ള ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. പിന്നെ ഇത് രണ്ടാമത്തത് പ്രൂവൻ മാർക്കറ്റ് ഡിമാൻഡ്. ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വിത്ത് കസ്റ്റമേഴ്സ് ഓൾറെഡി ബൈയിങ് സിമിലർ പ്രോഡക്ട്സ്. ഇപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഇത് നമ്മൾ വിൽക്കുന്നത് പോലത്തെ ഒരു സിമിലർ പ്രോഡക്ട്സ് ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കണം. ഒരു പ്രൂവർ ഡിമാൻഡ് അവിടെ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പെറ്റ് നിഷാണെങ്കിൽ പോലും മേ ബി പെറ്റ് പ്രോഡക്ട്സുകൾ, ഇപ്പോൾ പെറ്റ് ക്ലീനിങ് പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ പെറ്റിൻ്റെ ഹെയർ ബ്രഷ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇത് ആളുകൾ ഡെയിലി വാങ്ങുന്നുണ്ട്. മേ ബി ഒരു വലിയൊരു നിഷാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് കുറച്ച് ആളുകൾ മാത്രമേ വാങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്രൗഡ് മാത്രമേ വാങ്ങുന്നുള്ളൂ എങ്കിൽ അത് പെട്ടെന്ന് സാച്ചുറേറ്റ് ആയിപ്പോൾ നമുക്കത് സ്കെയിൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രൂവൻ മാർക്കറ്റ് ഡിമാൻഡുള്ള പ്രോഡക്ട്സ് മാത്രം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക. പിന്നെ അത് ട്രെൻഡിങ് ആൻഡ് ഗ്രോയിങ് ആയിരിക്കണം. റിസർച്ച് വോളിയം, സോഷ്യൽ മീഡിയ ഡിസ്കഷൻസ്, പിന്നെ കൺസ്യൂമർ ഇൻട്രസ്റ്റ് അത് ഡേ ബൈ ഡേ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. ഒരു ടൈം എത്തിയിട്ട് അത് താഴ്ന്നു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആവല്ലേ. എപ്പോഴും ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഒരു കൈൻഡ് ഓഫ് ഒരു കാറ്റഗറി ആയിരിക്കണം അത്. പിന്നെ ക്ലിയർ ടാർഗറ്റ് കസ്റ്റമർ. നമ്മളൊന്ന് ഇത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇപ്പോൾ ഈസി ടു ഐഡൻറ്റിഫൈ എക്സാക്ട് ഹൂ ദ ഐഡിയൽ കസ്റ്റമർ ഈസ് ആൻഡ് വാട്ട് ദേ വിൽ ബൈ. നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് എക്സാക്ട്ലി നമുക്ക് ആരാണ് വാങ്ങുന്നത് എന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഇതിൻ്റെ ഒരു ടാർഗറ്റ് കസ്റ്റമർ അവതാർ അത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കുണ്ടായിരിക്കണം. ഇന്നത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് രീതിയിൽ എസ്പെഷ്യലി മെറ്റ ആഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ അവിടെ നമുക്ക് സെയിൽ എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ആരെയാണ് വിൽക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് വേണം. എന്നാൽ മാത്രമേ അവിടെ നമുക്ക് സെയിൽ കിട്ടൂ. കാരണം മെറ്റ ഇന്ന് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് കൈൻഡ് ഓഫ് ആഡ്സ് ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒരു വുമൺ എബോവ് 45, വർക്കിംഗ് വുമൺസ് എബോവ് 45 ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് വുമൺസ് എബോവ് 50, ഇപ്പം റിട്ടയർഡ് വുമൺസ് എബോവ് 55. ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്ലിയർ കസ്റ്റമർ അവതാർ വേണം. അപ്പോൾ ആ ഒരു കസ്റ്റമർ എന്തിനാണ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അവർക്ക് എന്ത് കൈൻഡ് ഓഫ് ഒരു റിലീഫാണ് നമ്മളെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വരുന്നത്, എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എവർഗ്രീൻ ഡിമാൻഡ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോളിഡേയ്സോ സീസണോ ബേസ്ഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആവില്ല. ഇപ്പം ഇത് ക്രിസ്മസ് സീസണ് മാത്രമേ പോകൂ, അങ്ങനെ ഒരു രീതിയിലുള്ള സംഭവം വയ്ക്കില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാ പ്രോഡക്ട്സും നമുക്കിങ്ങനെ എവർഗ്രീൻ ഡിമാൻഡ് വെക്കണമെന്നില്ല. മേ ബി ചില പ്രോഡക്ട്സുകൾ നമുക്ക് ആ ഒരു സീസണിൽ വിൽക്കാനുള്ള പ്രോഡക്ട്സുകൾ വെക്കാം. അത് ആ സീസണിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് സെയിൽസ് കിട്ടും. പക്ഷേ നമ്മളുടെ ഹീറോ പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി നമുക്ക് എവർഗ്രീൻ ആയിരിക്കണം. ഇപ്പോൾ ഹീറോ പ്രോഡക്ട്സിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ അതിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഒരു കാറ്റഗറി ഓഫ് ഒരു പ്രോഡക്ട്സ് വേണം. ഇപ്പോൾ നമുക്കൊരു ഹീറോ പ്രോഡക്ട്സ് വേണം. ഹീറോ എന്ന് പറയുന്നത് എഴുതാൻ പാടാ. ഹീറോ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മൾ അപ്പ് ഫ്രണ്ട് നിൽക്കുന്ന പ്രോഡക്ട്സുകൾ. അപ്പോൾ ഈ പ്രോഡക്ട്സിലായിരിക്കും നമുക്ക് കസ്റ്റമറിനെ നമ്മൾ അക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് ആവാം, ചിലപ്പോൾ 1-2 പ്രോഡക്റ്റ് ആവാം, ചിലപ്പോൾ 3 പ്രോഡക്ട്സ് ആവാം. നമുക്ക് എത്രയാണോ നമുക്ക് സ്കെയിൽ ചെയ്യേണ്ടി വരുന്നത് അത് ബേസ്ഡ് ആയിട്ട് നമ്മളുടെ അക്യൂസേഷൻ പ്രോഡക്ട്സുകളാണിത്. അപ്പോൾ നമ്മളൊരു നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിഷ് ബേസ്ഡ് ആയിട്ടുള്ള അക്യൂസേഷൻ പ്രോഡക്ട്സുകളാണ്.
അപ്പോൾ ഹീറോ പ്രോഡക്ട്സിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് അപ്സെൽ പ്രോഡക്ട്സുകൾ വേണം. അപ്സെൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എഴുതണം പാടും. അപ്സെൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹീറോ പ്രോഡക്ട്സ് വാങ്ങാൻ വരുന്ന ആളുകൾ തന്നെ അവർക്കൊരു ആഡ് ടു കാർട്ട് ചെയ്യുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഈ പ്രോഡക്റ്റ് കൂടെ നമുക്ക് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ബ്രോട്ട് ടുഗെദർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആമസോണിലൊക്കെ നമ്മൾ കാണുന്ന പോലെ. അപ്പോൾ അത് ബ്രോട്ട് ടുഗെദർ മീൻസ് ആ ഒരു ബ്രോട്ട് ടുഗെദർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു അഡീഷണൽ വാല്യൂ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പെൻ വാങ്ങുന്നു, പെന്നിൻ്റെ കൂടെ നമുക്ക് പെൻ റീഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഒരു ഓഫറിൽ കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു മെയിൻ പ്രോഡക്റ്റിനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ഒരു അപ്സെല്ലായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഹീറോ പ്രോഡക്ട്സും അത് കഴിഞ്ഞൊരു അപ്സെൽ പ്രോഡക്ട്സും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹീറോ പ്രോഡക്ട്സാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഹീറോ പ്രോഡക്ട്സാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കാർട്ടിലോ അല്ലെങ്കിൽ ചെക്കൗട്ടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ പോസ്റ്റ് പർച്ചേസ് ആയിട്ടോ നമുക്ക് അപ്സെൽ പ്രോഡക്ട്സ് വയ്ക്കാം. ഒരു മൂന്നാമത്തെ കാറ്റഗറി പ്രോഡക്ട്സ് ആണ് റിട്ടൻഷൻ പ്രോഡക്ട്സ്. റിട്ടൻഷൻ എന്ന് പറയുന്നത് സ്പെല്ലിങ് എഴുതാം. ഓക്കെ, റിട്ടൻഷൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ നിന്ന് വാങ്ങിച്ചു, ഒരു പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തു, അവർക്ക് വീണ്ടും വീണ്ടും വന്ന് വാങ്ങാനുള്ള അടുത്ത പ്രോഡക്ട്സുകൾ നമ്മൾ വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് ഓൾറെഡി പർച്ചേസ്ഡ് ആയ കസ്റ്റമറിന് നമുക്ക് നല്ല സർവീസും നല്ല പ്രോഡക്ട്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ അവരെടുത്ത് നമ്മൾ അടുത്തൊരു ഇമെയിൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു SMS മാർക്കറ്റിങ്ങോ പോകുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് തിരിച്ച് വരണം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു റീടാർഗറ്റിംഗ് ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളടുത്ത് തിരിച്ച് വരുന്ന രീതിയിലുള്ള പ്രോഡക്ട്സുകൾ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ 3 കാറ്റഗറി ഓഫ് പ്രോഡക്ട്സുകൾ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. മേ ബി ഇനിഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിലൊന്നും നിങ്ങൾ ഇത് വെച്ച് മുന്നോട്ട് പോകണമെന്നില്ല. ഇനിഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അറ്റ്ലീസ്റ്റ് ഹീറോ പ്രോഡക്ട്സ് എങ്കിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ഏരിയയാണ്. വൺസ് നമ്മൾ ബ്രാൻഡിലോട്ട് കയറുമ്പോൾ നമുക്ക് ഈ 3 കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുണ്ടായിരുന്നാലാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ ആദ്യത്തെ ഒരു രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ പറ്റുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ഹീറോ പ്രോഡക്റ്റ് മാത്രം വെച്ച് നമുക്ക് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങുന്ന കസ്റ്റമർ മേ ബി 1 യൂണിറ്റോ ചിലപ്പോൾ ചില ആളുകൾ 2 or 3 യൂണിറ്റ്സ് ഒക്കെ വാങ്ങും. അതൊരു 10% താഴെയുള്ള കസ്റ്റമേഴ്സേ വാങ്ങും. ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടണമെങ്കിൽ ആൾ അപ്സെൽ എടുക്കണം, അതോടൊപ്പം തന്നെ ഒരു റിട്ടൻഷൻ തിരിച്ച് വരണം, എന്നാൽ മാത്രമേ ആവറേജ് ഓർഡർ വാല്യൂ കൂടും. പിന്നെ LTV ലൈഫ് ടൈം വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടണം. പിന്നെ റിട്ടൻഷനും ഹാപ്പൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 20% റിട്ടൻഷൻസൊക്കെ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രോഫിറ്റ് കൂടുന്നത്. നമ്മളൊരു ആനുവൽ കാൽക്കുലേഷനൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രോഫിറ്റാണ് കൂടുന്നത്. ഓക്കെ, ഞാനിത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിലൊക്കെ നിങ്ങൾ ഹീറോ പ്രോഡക്ട്സ് മാത്രം അല്ലെങ്കിൽ ഹീറോയോടൊപ്പം അപ്സെല്ലൊക്കെ വെച്ചാൽ മതി. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ആവറേജ് ഓർഡർ വാല്യൂ ഒന്നും നോക്കാനുള്ള സമയമില്ല. നമുക്ക് വാലിഡേറ്റ് ചെയ്യാം, നമ്മളെ പ്രോഡക്റ്റ് വാലിഡേറ്റ് ചെയ്യുന്ന സമയമാണ് ഫസ്റ്റ് 100-200 ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോഡക്ട്സിൻ്റെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഇത് കൂടുതൽ ഞാൻ ഈ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഹീറോ പ്രോഡക്ട്സ് ബേസ്ഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഞാൻ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പെയ്ഡ് ആഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്ന രീതിക്കാണ് ഇത്രയും കാര്യങ്ങൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിന്നിംഗ് പ്രോഡക്റ്റ് ക്രൈറ്റീരിയ. വിന്നിംഗ് പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറോ പ്രോഡക്ട്സ് മെയിൻലി മാത്രമാണ്. കാരണം ഹീറോ പ്രോഡക്ട്സ് ഒരു കസ്റ്റമർ വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ അപ്സെൽസും റിട്ടൻഷനും നമുക്ക് അവരെ പുഷ് ചെയ്യിപ്പിക്കാം. മേ ബി അവർ ആ മെയിൻ പ്രോഡക്റ്റ് വാങ്ങാൻ വന്ന ആളുകളുടെ അടുത്ത് തന്നെ അവർ അപ്സെൽ വാങ്ങാനും തയ്യാറാവും. ആപ്റ്റായിട്ട് ഒരു അപ്സെൽ വെക്കുകയാണെങ്കിൽ. റിട്ടൻഷൻ അവർക്കൊരു നമ്മളെ നിന്ന് പർച്ചേസ് ചെയ്ത അവർ ഹാപ്പി ആണെങ്കിൽ, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റിട്ടൻഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മളെ ക്വാളിറ്റി അറിയാം, നമ്മുടെ സർവീസ് എങ്ങനെയാണെന്ന് അറിയാം. മേ ബി അവർക്ക് ഇത് ആപ്റ്റായിട്ടുള്ള വീണ്ടും ഉള്ള റിട്ടൻഷൻ പ്രോഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിട്ടൻഷൻ ഉണ്ടാവും. അതാണ് നമുക്ക് പ്രോഫിറ്റിലോട്ടും LTVയിലോട്ടും നമുക്ക് നമ്മളെ ബ്രാൻഡിനെ പുഷ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ജേണി നമുക്ക് ക്ലിയർ ആക്കി തരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഞാനൊരു ഹീറോ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് എവർഗ്രീൻ ഡിമാൻഡ് കാര്യം ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് ഹൈ പ്രോഫിറ്റ് മാർജിനാണ്. നമ്മളിവിടെ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു മാർക്കപ്പ് ഇടാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അത് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ അത് വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ബ്രാൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെയും അതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ, ആ ഒരു മാർജിൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റൂ.
ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു $10 കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പം ചൈനയിൽ നിന്ന് അത് ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് ആ പ്രോഡക്റ്റ് പ്ലസ് ഷിപ്പിംഗ് എല്ലാം കൂടെ ചേർത്തൊരു $10 കിട്ടുകയാണെന്ന് വയ്ക്കുക. ആ പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു $25 എങ്കിലും നമുക്ക് നമ്മളുടെ റീറ്റെയിൽ ഇടാൻ പറ്റണം. ഒരു 2.5x എങ്കിലും നമുക്ക് മാർജിൻ ഇടാൻ പറ്റണം. ഓക്കെ, ഒരു 3 ആണ് ആപ്റ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് 2.5x എങ്കിലും നമുക്ക് ഇടാൻ പറ്റണം. 3 ഇട്ടാൽ ഏറ്റവും ബെസ്റ്റ്. 3 to 3.5 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ. മേ ബി അത് അങ്ങനെ അത്രയും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് അത്രയും ഒരു പെർസീവ്ഡ് വാല്യൂ ചിലപ്പോൾ ആ പ്രോഡക്റ്റിന് കിട്ടണമെന്നില്ല. അപ്പോൾ 2.5x എങ്കിലും മിനിമം ഇടുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മാർക്കപ്പ് നമുക്ക് ഇടാൻ പറ്റണം. പിന്നെ എന്നാലേ നമുക്ക് ആക്ച്വലി ഇനിഷ്യൽ ടൈമിൽ തന്നെ നമ്മളുടെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ലീവ് ദ റൂം ഫോർ അഡ്വർടൈസിങ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു $10 പ്രോഡക്റ്റിന് നമുക്ക് $25 ഇടുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു $15 അക്യൂസേഷൻ്റെ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മാക്സിമം CPA ഒരു $15 വരെ പോവാം. $15 മുകളിൽ പോയാൽ മാത്രമേ അത് ലോസിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ആ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിലൊക്കെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, $15 വരെ ഉണ്ടെങ്കിൽ നമുക്ക് പല ടെസ്റ്റിങ് നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇടുന്ന $10 സാധനം നിങ്ങളൊരു $15 അല്ലെങ്കിൽ $20 കിട്ടി കഴിഞ്ഞാൽ മേ ബി നമുക്ക് ആ ഒരു ചെറിയ അഡ്വർടൈസ്മെൻ്റ് ഒന്ന് ചെറുതായിട്ട് കയറി വരുമ്പോൾ തന്നെ അതിനേക്കാളും കൂടുതൽ CPA ഒക്കെ പോകും, അതിൻ്റെ സെയിൽ കോസ്റ്റൊക്കെ പോകും. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് കിട്ടത്തില്ല. നമ്മൾ മേ ബി അത് പ്രോഫിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2.5xെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സുകളായിരിക്കണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അത്രയും പ്രൊസീഡ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെ അത് വിറ്റ് പോകാനുള്ള ഒരു പ്രൊസീഡ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വലി നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അത് വിറ്റ് പോകാനുള്ള മെത്തേഡ്സുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അത് മേ ബി വേറെ ബ്രാൻഡ്സിനൊക്കെ നല്ല രീതിയിൽ സെല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അവിടെയാണ് നമ്മളെ സ്ട്രാറ്റജീസ് നമ്മളെ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള സ്കില്ലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആഡ്സ് ചെയ്യാനും നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസേഷൻസിനൊക്കെ അവിടെ ഉപയോഗിക്കേണ്ടത്. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക റിസൾട്ട്സ് കൃത്യമായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ വേറെ ഒരാൾക്കത് ഒരു പ്രോഡക്റ്റ് വർക്കാവുന്നുണ്ടെങ്കിൽ നമുക്കും അത് വർക്കാവാനുള്ള ചാൻസസ് ഉണ്ട്, അൺലെസ് അത് ഹ്യൂജ്ലി സാച്ചുറേറ്റ് അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഹൈ പ്രോഫിറ്റ് മാർജിൻ്റെ ഏരിയ. ഇനി അടുത്ത് വരുന്നത് ഈസി ടു ഷിപ്പ്. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒരു ലൈറ്റ് വെയ്റ്റ്, കോമ്പാക്റ്റബിൾ, ഡ്യൂറബിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു ഫുൾഫിൽ മെത്തേഡ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു $4 ആയിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് വയ്ക്കുക. പക്ഷേ അതിന് ഷിപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു $20 വേണം എന്ന് പറഞ്ഞാൽ അത് വലിയ പാക്കിലൊക്കെ വെച്ച് ഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നമ്മളിപ്പോൾ ഇനിഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജ് ചെയ്യുമ്പോൾ ഇത് എയർ വഴിയാണ് വരുന്നത്. അപ്പോൾ സിംഗിൾ പ്രോഡക്റ്റ് എയർ വഴിയാണ് നമുക്ക് ഈ നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ അത് നല്ല കോസ്റ്റാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1 kg അകത്തുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വോളിമെട്രിക് സൈസൊക്കെ ചെറുതായിട്ടുള്ള പ്രോഡക്ട്സുകൾ സെലക്ട് ചെയ്യുക. പിന്നെ കോമ്പാക്റ്റ് ആയിരിക്കണം, പെട്ടെന്ന് അത് കോമ്പാക്റ്റായി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം. പിന്നെ ഡ്യൂറബിൾ ആയിരിക്കണം. മീൻസ് അത് കുറച്ച് ഇപ്പോൾ എന്താ പറയുക ഒരു ബ്രേക്കബിൾ അല്ലാത്ത പ്രോഡക്ട്സ്. ഇപ്പോൾ ഇത് പല വെയർ ഹൗസുകളും കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് വരിക. മേ ബി ചില വെയർ ഹൗസിലൊക്കെ ചിലപ്പോൾ അത് ഡംപ് ചെയ്യും, അല്ലെങ്കിൽ വലിയ പ്രോഡക്ട്സൊക്കെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പുറത്ത് അത് വന്ന് ഡംപ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നാൽ പോലും നമ്മുടെ പ്രോഡക്റ്റ് ബ്രേക്കബിൾ അല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. പിന്നെ ഇൻഎക്സ്പെൻസീവ് ടു ഫുൾഫിൽ, അത് ഇത്രയും ഓപ്ഷൻസ് ഓക്കെ ആണെങ്കിൽ അത് അത്ര ഒരു ഫുൾഫിൽ കോസ്റ്റ്, ഷിപ്പിംഗ് കോസ്റ്റ് അത്ര എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്യാറുണ്ട്. നോൺ ബാറ്ററി പ്രോഡക്ട്സ്. ഇത് ഡ്രോപ്പ് ഷിപ്പിംഗ് ടൈമിലുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോൺ ബാറ്ററി പ്രോഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം. നോൺ ബാറ്ററി പ്രോഡക്ട്സ് മാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സിനാരിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബാറ്ററി പ്രോഡക്ട്സിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചൈനയിലൊരു ഒരു ബാറ്ററി പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാമെന്ന് വെച്ചോ. ഇത് ഇവരുടെ വെയർ ഹൗസിൽ ഇവർ മാനുഫാക്ചർ ചെയ്ത് ഇവരെ വെയർ ഹൗസിൽ വെച്ചേക്കാനായിരിക്കും. ചിലപ്പോൾ അവരുടെ വെയർ ഹൗസൊക്കെ എയർ കണ്ടീഷൻഡ് വെയർ ഹൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പുള്ള ഏരിയയിലായിരിക്കും അത് ഇരിക്കുന്നത്.
ഇപ്പോൾ ബാറ്ററി പ്രോഡക്ട്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ കുറേ നാൾ ഇത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ടെമ്പറേച്ചറിന് താഴെ അത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ലിഥിയം അയൺ ബാറ്ററിയൊക്കെ അതിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാറ്ററി പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മേ ബി നമുക്ക് നല്ല സെയിലൊക്കെ കിട്ടുമായിരിക്കും, നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ പ്രോഡക്റ്റ് നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലൈൻ്റെ കൊടുക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ടീമൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഇനിഷ്യലി അതിനെ എടുത്ത് ഈ ബാറ്ററി ക്വാളിറ്റി ചെക്കൊന്നും ചെയ്യത്തില്ല. അവർ പ്രോഡക്റ്റ് നോക്കും, പ്രോഡക്റ്റ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഒക്കെ നോക്കും, എന്നിട്ട് അതിനെ പാക്ക് ചെയ്ത് നമ്മളെ കസ്റ്റമറിന് അങ്ങ് അയച്ചു കൊടുക്കും. ഇത് ആക്ച്വലി ഈ പ്രോഡക്റ്റ് ഓൺ ചെയ്തത് ചിലപ്പോൾ മാനുഫാക്ചർ ടൈമിലായിരിക്കും ഓൺ ചെയ്തത്, പിന്നെ അതങ്ങ് ഓഫ് ആക്കി ഇരിക്കുകയായിരിക്കും. മാസങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഇത് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻറ്റ് ചിലപ്പോൾ ആ പ്രോഡക്റ്റ് എടുത്ത് നമ്മളെ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത്. ആ സമയമാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമറിൻ്റെ എത്തുമ്പോൾ ചിലപ്പോൾ അത് 1-2 ദിവസം വർക്കായിട്ട് ചിലപ്പോൾ അത് ഓഫായി പോകും. ഓഫായി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇഷ്യൂസ് ഉണ്ടാവും. അവർ റീഫണ്ടും ചാർജ് ബാക്സ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ബാറ്ററി പ്രോഡക്ട്സ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വിലയ്ക്കൊക്കെ വിൽക്കാനൊക്കെ പറ്റും. പക്ഷേ ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂസാണ്. അത് കസ്റ്റമറിൽ എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമറിന് അത് വലിയ രീതിയിൽ അത് നമുക്ക് തിരിച്ച് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഷോപ്പിഫൈയിലൊക്കെ സെയിലൊക്കെ കാണും, പക്ഷേ ആ സെയിൽ എക്സാക്ട്ലി കസ്റ്റമറിന് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ അതൊരു കാര്യമില്ല. നമുക്ക് അത് ചെയ്ത മാർക്കറ്റിംഗ് കോസ്റ്റ് നഷ്ടം, നമുക്ക് ഈ ഷിപ്പിംഗ് കോസ്റ്റ് നഷ്ടം, പിന്നെ മേ ബി ആ പ്രോഡക്റ്റ് ചിലപ്പോൾ നമ്മളെ ഇവിടെയുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസൊക്കെ ഇപ്പോൾ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റ് റീഫണ്ട് തരുമായിരിക്കും. പക്ഷേ നമുക്ക് അത് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ ബാറ്ററി ഇല്ലാത്ത പ്രോഡക്ട്സുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബാറ്ററി ഉള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാം, അതെപ്പോഴാണ് നമുക്ക് ഒരു ബ്രാൻഡിങ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ. ബാറ്ററി ഉള്ള പ്രോഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സോഴ്സിങ് ഏജൻറ്റ്, ഇപ്പോൾ എനിക്കൊരു പ്രൈവറ്റ് ആയിട്ടൊരു സോഴ്സിങ് ഏജൻറ്റൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് യൂസ് ചെയ്യുന്ന ഏജൻ്റ് അല്ല, ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യുന്ന ഏജൻറ്റ്സ്. അത് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് 8-9 വർഷമായിട്ട് അറിയാവുന്ന നല്ല സോഴ്സിങ് ഏജൻറ്റ്സ് എനിക്ക് ചൈനയിലുണ്ട്. ചൈനീസ് കമ്പനി തന്നെയാണ് അവർ, വലിയൊരു സോഴ്സിങ് ഏജൻസാണ് അവർ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒരു ബാറ്ററി പ്രോഡക്ട്സിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ അത് മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്ടറിയിൽ പോയിട്ട് അത് പുതിയ ബാച്ച് ഓഫ് പ്രോഡക്ട്സിൽ നിന്നായിരിക്കും ആ ഒരു പ്രോഡക്ട്സൊക്കെ അവരെടുക്കുന്നത്. എടുത്തിട്ട് അവരുടേതായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഒരു 1000 യൂണിറ്റ്സ് കൊടുത്താൽ പോലും 1000 യൂണിറ്റും അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ക്വാളിറ്റി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സീലും കൂടെ അടിച്ചാണ് നമുക്ക് ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് ഡിസ്പാച്ച് ആവുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യാവൂ. കാരണം ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സിനൊക്കെ അതിൻ്റെ ഹാർഡ്വെയർ പ്രോബ്ലംസ് വരും, ബാറ്ററി പ്രോബ്ലംസ് വരും, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ കസ്റ്റമറിൻ്റെ എത്തുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇതേപോലത്തെ പ്രോഡക്റ്റ് ഒരു 52 അല്ലെങ്കിൽ 50 60 അല്ലെങ്കിൽ 100 പൗണ്ട്സിനൊക്കെ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത്. ആ പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറെങ്കിലും കസ്റ്റമറിന് അത് യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ അതല്ലെങ്കിൽ കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ 1 ഇയറെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളൊരു മിനിമം ഒരു 60 ഡേയ്സ് എങ്കിലും വാറണ്ടി കൊടുക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മളത് അവരെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറെങ്കിലും ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ ഈ ബോട്ടിൻ്റെയൊക്കെ കാര്യം, ബോട്ട് അങ്ങനെയൊക്കെയുള്ള ബോൾട്ട് അങ്ങനെയൊക്കെയുള്ള ടീമൊക്കെ കണ്ടില്ലേ ഈ ഇലക്ട്രോണിക്സ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് വിൽക്കുന്നത്. അവർ 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 ഇയർ വാറണ്ടിയിലാണ് അവർ പ്രോഡക്ട്സ് കംപ്ലീറ്റ് വിറ്റ് പോകുന്നത്. കാരണം അവർക്കറിയാം അവരെല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്താണ് അത് വരുന്നത്. ഈവൻ ദോ അത് ചൈനീസാണ് അതിൻ്റെ കമ്പോണൻസ് എങ്കിലും അവർ ഇവിടെ കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്ത് അസംബിൾ ചെയ്താണ് നമുക്ക് തരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് അറ്റ്ലീസ്റ്റ് 1 ഇയറെങ്കിലും ഓടാനുള്ള രീതിയിൽ അത് വെച്ചിട്ടുണ്ട്. 1 ഇയറിൽ അത് പ്രശ്നമൊന്നും വരില്ല. മേ ബി നിങ്ങൾ ബോട്ടിൻ്റെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ അത് 2-3 വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാറ്ററി പ്രോഡക്ട്സിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക, ബാറ്ററി പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാതിരിക്കുക മാക്സിമം ഇനിഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ. അത് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ പണിയായിട്ട് തിരിച്ചു വരും. ഓക്കെ, അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് സ്കെയിലബിൾ പ്രോഫിറ്റബിലിറ്റി. നമ്മൾക്കൊരു സ്റ്റേബിൾ ആയിട്ട് ഹെൽത്തി പ്രോഫിറ്റ് മാർജിൻസ് നമുക്ക് എപ്പോഴും അത് കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ അത് ആഡ് സ്പെൻഡ് ഇൻക്രീസ് ചെയ്താലും, ഇപ്പോൾ ആഡ് സ്പെൻഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചില പ്രോഡക്ട്സുകൾ ഇപ്പോൾ നമുക്കെന്താ പറയുക, ഈ ഒരു നമുക്ക് ഇനിഷ്യൽ ടൈമിൽ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ബഡ്ജറ്റിൽ പോകുമ്പോൾ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാവും, നല്ലൊരു സെയിൽസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആഡ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയും, നമുക്ക് ചിലപ്പോൾ വലിയ രീതിയിൽ ഡ്രോപ്പ് ആവും.
അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, നമ്മളുടെ ക്ലിയർ ടാർഗറ്റ് കസ്റ്റമർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണത് അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നത്, സ്കെയിലബിൾ പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ അതും അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ക്ലിയർ ടാർഗറ്റ് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഈ പോയിന്റും ഓക്കെ ആവും. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങളൊരു വിന്നിങ് പ്രോഡക്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഈ ഒരു പോയിന്റ്സുകൾ എപ്പോഴും ഓർത്തിട്ട് വേണം നമ്മളൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് പല മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് റിസർച്ച് SOP നിങ്ങൾക്ക് തരാണ്. ആക്ച്വലി ഇതൊരു കൈൻഡ് ഓഫ് ഒരു നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു മോഡലാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഒരു കൈൻഡ് ഓഫ് ഒരു 11 നിഷസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും. ആക്ച്വലി ഇതാണ് ഒരു കോമൺ മെയിൻ നിഷസ് ആണ്. ഈ നിഷ് വെച്ചിട്ട് നമുക്ക് ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. മീൻസ് നമ്മളൊരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ, ഒരു നിഷസ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു നിഷസ് ഒരു 11 നിഷസ് ആണ്. ഇത് മെയിൻ നിഷസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആക്ച്വലി ഇതിൻ്റെ ഒരു സബ് നിഷസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പെറ്റ്സ് എക്സാമ്പിൾ, ഇപ്പോൾ ഹോം ഇംപ്രൂവ്മെൻ്റ് ആൻഡ് ഓർഗനൈസേഷൻ വരുമ്പോൾ ഇതൊരു വലിയ നിഷാണ്, ഒരു ബ്രോഡ് നിഷാണ്. ഇതിനകത്ത് പല കൈൻഡ് ഓഫ് ഒരു സബ് നിഷസും ഉണ്ടാവും. ഇപ്പോൾ ഹോം ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഹോം ഡെക്കർ പ്രോഡക്ട്സ് ഉണ്ടാവും, കിച്ചൺ പ്രോഡക്ട്സ് ഉണ്ടാവും, പിന്നെ ഈ വാൾ കൈൻഡ് ഓഫ് ഹാങ്ങിങ് പ്രോഡക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല നിഷസ് അതിനകത്തുണ്ട്. ഇപ്പം ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത് അത് വലിയൊരു ബ്രോഡ് നിഷാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ള നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സബ് നിഷസ് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് സബ് നിഷസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ നിഷ് വേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു സബ് നിഷസ് വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ChatGPT വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് ബേസ്ഡ് ആയിട്ട് ഉണ്ടോ ഒരു 20 സബ് നിഷസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഈ പ്രോംപ്റ്റിൻ്റെ ഇത് ഞാൻ താഴെ കൊടുത്തേക്കാം ലിങ്ക്. ഒരു 20 സബ് നിഷസ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഈ 20 സബ് നിഷസിൽ തന്നെ നമുക്ക് അതൊരു ടോപ്പ് 10 റാങ്കിങ് ആയിട്ടുള്ള നിഷസ് നമുക്ക് പറഞ്ഞു തരും. ഞാനിപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ വരുമ്പോൾ സൈഡ് സ്ലീപ്പ് അലൈൻമെൻറ്റ് ഒരു നിഷ്, ടെയിൽ ബോൺ പെയിൻ റിലീഫ് ഒരു നിഷ്, ഒരു സബ് നിഷ്, നെക്സ്റ്റ് ടെക് സിൻഡ്രോം ഒരു നിഷ്, ഒരു സബ് നിഷ്, പിന്നെ ഹോം ഓഫീസ് എക്കണോമിക്സ് ഒരു സബ് നിഷ്, പിന്നെ കംഫർട്ട്. അപ്പോൾ ഞാനിത് ടോപ്പ് ഒരു 5 സബ് നിഷസ് ഞാനിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഇത് ബേസ്ഡ് ആയിട്ട്. അതിനുശേഷം ആക്ച്വലി അടുത്തൊരു പ്രോംപ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ ഒരു സബ് നിഷസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ 5 സബ് നിഷസ് ബേസ്ഡ് ആയിട്ട് ഞാനൊരു ഡീപ്പ് റിസർച്ചിന് ജെമിനയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഡീപ്പ് റിസർച്ചിൽ എനിക്ക് വേണ്ടത് ഈ ഓരോ സബ് നിഷസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് വാലിഡേഷൻ, പിന്നെ സ്റ്റെപ്പ് 2ൽ അതിൻ്റെ ഹീറോ പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യാൻ പറയാണ്, പിന്നെ അതിൻ്റെ അപ്സെൽ പ്രോഡക്ട്സുകൾ, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ലൈൻ റിട്ടൻഷൻ പ്രോഡക്ട്സുകൾ, പിന്നെ അതിൻ്റെ റാങ്കിങ് ആൻഡ് സ്കെയിൽ പൊട്ടൻഷ്യൽ, പിന്നെ അതിൻ്റെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് രീതിയിലും അതിൻ്റെ വാലിഡേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ChatGPT കിട്ടിയ ഒരു ഞാൻ ഇപ്പോൾ ടോപ്പ് 5 പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്നിഷസ് സെലക്ട് ചെയ്തിട്ട് ഈ ജെമിനൈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ജെമിനയിൽ കൊടുത്തിട്ട് ഡീപ്പ് റിസർച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലത്തെ ഒരു റിസൾട്ട്സ് കിട്ടും. അപ്പം ഞാൻ എടുത്ത 5 നിഷസിലെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഫുൾ മാർക്കറ്റ് വാലിഡേഷനും അതിൻ്റെ ഹീറോ പ്രോഡക്ട്സും അപ്സെൽ സ്റ്റാക്കും റിട്ടൻഷൻ പ്രോഡക്റ്റ് ലൈനും അത് പറഞ്ഞു തരും. ഇത് എക്സാക്ട്ലി നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല. ഇത് ഇപ്പോൾ എന്താ പറയുക, ഈ ജെമിനയിൽ ഡീപ്പ് റിസർച്ച് ചെയ്യുമ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്കിൽ നിന്ന് എടുത്ത് അപ്പം ഫോറംസ്, പല വെബ്സൈറ്റ്സുകൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അവിടെ നിന്നൊക്കെ എടുത്താണ് ഇത് ഇത്രയും തരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സൈഡ് സ്ലീപ്പർ അലൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ട് സബ്നിഷസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇത് പറഞ്ഞു തരും കേട്ടോ. മാർക്കറ്റ് വാലിഡേഷൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിക്കുക. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഇതെന്താണ് ബേസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് അതിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എക്കണോമിക് പെൽവിക്കൽ കോണ്ടോർ പില്ലോ, ഓർത്തോപെഡിക് മെമ്മറി ഫോം നീ പില്ലോ, മുസ്ലിൻ പിയേഴ്സിങ് ഇയർ പില്ലോ. ഇത് 3 പ്രോഡക്ട്സാണ് ഈ സബ്നിഷിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സൈഡ് സ്ലീപ്പ് അലൈൻമെൻറ്റ് സബ്നിഷിൽ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കണം. അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള അപ്സൽ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ റിട്ടൻഷൻ പ്രോഡക്ട്സുകൾ ഇത് നോക്കണം. ഓക്കെ, ഇതേപോലെ ഓരോ നിഷസും ഇത് പറഞ്ഞു തരും. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഈ സബ് നിഷസിൽ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ പ്രോഡക്ട്സുകളുണ്ട് എന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ നമുക്ക് ഇവിടെ നിന്ന് ഈ ജെമിനായി ഡീപ്പ് റിസർച്ചിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതെവിടെ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് മെറ്റാഡ്സ് ലൈബ്രറി നോക്കാം, പിന്നെ Amazon.com നോക്കാം. Amazon.com പോയിട്ട് നിങ്ങൾ ഈ പർട്ടിക്കുലർ പ്രോഡക്ട്സുകൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കുക, എക്കണോമിക് പെൽവിക്കൽ കോണ്ടോർ പില്ലോ ഉണ്ടോ, ഈ കൈൻഡ് ഓഫ് പ്രോഡക്ട്സുകൾ. ഇതാണ് ആ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. പിന്നെ നമുക്ക് അലിബാബ ഒക്കെ നോക്കാം. പിന്നെ ഓർത്തോപെഡിക് മെമ്മറി ഫോം നീ പില്ലോ നോക്കാം. ഇതാണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റുകൾ ഇങ്ങനെ അനലൈസ് ചെയ്യാം, ഏതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് എന്നുള്ള അനലൈസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതല്ലാതെ തന്നെ വേറെയും ഹീറോ പ്രോഡക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത് വീണ്ടും ഹീറോ പ്രോഡക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. നമുക്കിങ്ങനെ നമുക്ക് Amazon.com പോയി കഴിഞ്ഞാൽ Amazon.com ഇപ്പോൾ ഏത് പ്രോഡക്ട്സ് നമുക്ക് എന്താ പറയുക, ഏത് പ്രോഡക്ട്സ് നമുക്ക് നോക്കിയാലും കാണാൻ പറ്റും. മേ ബി ആ മാർക്കറ്റിൽ എല്ലാ പ്രോഡക്ട്സും പെട്ടെന്ന് ഇറങ്ങുന്ന പ്രോഡക്ട്സുകളാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് അനലൈസ് ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏതാണ്, അതിൻ്റെ ഹീറോ പ്രോഡക്ട്സ്, ഇനിയും ഹീറോ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നിഷ് ബേസ്ഡ് ആയിട്ടൊരു 10 ഹീറോ പ്രോഡക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് GPT അല്ലെങ്കിൽ ക്ലൗഡിലോ പോയി കഴിഞ്ഞാൽ പറഞ്ഞു തരും. ക്ലൗഡ് വെച്ച് നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. ആക്ച്വലി ഞാൻ പ്രോഡക്റ്റ് റിസർച്ച് SOPയിൽ ഞാൻ ക്ലൗഡ് യൂസ് ചെയ്യുന്നില്ല. നമുക്കിനി അടുത്ത കാര്യം തൊട്ട് അടുത്ത കസ്റ്റമർ അവതാരം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് നമ്മൾ കൂടുതലും ക്ലൗഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ ആക്ച്വലി ഇത് നമുക്കിങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ പോരാ, നമുക്കിത് ഓൾറെഡി ഈ കൈൻഡ് ഓഫ് പ്രോഡക്ട്സുകൾ വിൽക്കുന്ന വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, എസ്പെഷ്യലി മെറ്റാ ആഡ്സ് ഒക്കെ ചെയ്ത് വിൽക്കുന്ന, ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഈ വെബ്സൈറ്റ് വഴി വിൽക്കുന്ന വേറെ ആളുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു അനാലിസിസ്, നമ്മുടെ ഒരു കംപ്ലീറ്റ് അനലിറ്റിക്സ് നമുക്ക് അറിയണം. അവർ എത്രത്തോളം പോകുന്നുണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗെറ്റ് ഹുക്ഡ് എന്ന് പറയുന്ന ടൂള്. ഗെറ്റ് ഹുക്ഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മെറ്റാഡ്സ് ലൈബ്രറി ഉണ്ടല്ലോ, മെറ്റാഡ്സ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അനലിറ്റിക്സ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ടൂളാണ് ഗെറ്റ് ഹുക്ഡ്. അതോടൊപ്പം തന്നെ വേറൊരു ടൂളാണ് കലോഡേറ്റ. കലോഡേറ്റ എന്ന് പറയുന്നത് ടിക്ടോക്ക് ഷോപ്പിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആവുന്ന പ്രോഡക്ട്സിൻ്റെ ഡാറ്റ തരുന്ന ഒരു ടൂളാണ് കലോഡേറ്റ. അപ്പോൾ ഞാൻ ഈ 2 ടൂൾസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഗെറ്റ് ഹുക്ഡ് എയും കലോഡേറ്റയും. അപ്പോൾ നമുക്കത് നോക്കാം. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലറായിട്ട് ഈ ഒരു 2 ടൂൾസുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് നമ്മളിപ്പം ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു വാലിഡേഷൻ നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലി ഇത് രണ്ടും പെയ്ഡ് ടൂൾസാണ്. ഇപ്പോൾ കലോഡേറ്റയും ഗെറ്റ് ഹുക്ഡും പെയ്ഡ് ടൂൾസാണ്. പക്ഷേ ഞാനിവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ പെയ്ഡ് ടൂൾസുകൾ ആക്ച്വലി ഇൻഡിവിജ്വലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഗെറ്റ് ഹുക്ഡ് എനിക്ക് തോന്നുന്നു മാസം $60 or $70 എന്താണ് നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ വരുന്ന കോസ്റ്റ്. കലോഡേറ്റയും ഓൾമോസ്റ്റ് $80 മുകളിൽ വരും. അപ്പോൾ ഈ ടൂൾസുകൾ നിങ്ങൾ മെയിൻലി നിങ്ങൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിനെ ഒരു കൈൻഡ് ഓഫ് അഗ്രിഗേറ്റർ വെച്ചിട്ട് നമുക്ക് ഈ പല ടൂൾസുകളും ഒരുമിച്ച് കൊടുക്കുന്ന അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ അഗ്രിഗേറ്റർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ആ അഗ്രിഗേറ്റർ ലിങ്ക് ഞാൻ ഈ മെയിൻ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഈ കലോഡേറ്റയും ഗെറ്റ് ഹുക്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടീമുമായിട്ടൊക്കെ എനിക്ക് നമ്മളുടെ ഏജൻസി പാർട്ണർഷിപ്പൊക്കെ ഉള്ളതാണ്. നമ്മളെ ഏജൻസിയിൽ അതിൻ്റെ ഏജൻസി അക്കൗണ്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഒരു അഗ്രിഗേറ്റർ കാര്യം പറയുന്നത് ശരിയല്ല. ഓക്കെ,
അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ പറയുന്നില്ല. ഞാനിവിടെ ഒരു മെമ്പർഷിപ്പ് ഏരിയ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കലോഡേറ്റ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഈ അഗ്രിഗേറ്റർ വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ മെമ്പർഷിപ്പ് ഏരിയയിൽ ഞാൻ എക്സാക്റ്റ് ആയിട്ടത് പറയുന്നുണ്ട്. ആ ഒരു പ്രൈവറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് പറയാം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് അത് വാങ്ങാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അത് വാങ്ങുന്നതായിരിക്കും ബെറ്റർ, അവിടെ നിന്ന് നിങ്ങൾ നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇത് വെറുതെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കളയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യാനുള്ള വേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ AI ക്രിയേറ്റീവ്സ് ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹിക്സ്ഫീൽഡ് പോലെയുള്ള അതിൻ്റെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇതിന് വേണ്ടി ഇതിപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ റെഗുലർലി പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു $29 മന്ത്ലി മേ ബി ഒരുപാട് ടൂൾസിൻ്റെ ഒരു ഒരുമിച്ച് ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു സജഷൻ. ഫസ്റ്റ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അതൊരു $80 മാത്രം ഒരു ടൂള് വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടുതലായ ട്യൂട്ടോറിയൽസ് ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് ഏരിയയിൽ ഉള്ള വീഡിയോസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യുക. പിന്നെ മെമ്പർഷിപ്പ് ഏരിയയ്ക്കകത്ത് ഞാൻ ഒരു മന്ത്ലി 2 times Q&A സെഷൻസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ചാറ്റ് റൂമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ടൊരു മെമ്പർഷിപ്പ് ഏരിയ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് വേറെ ഇപ്പോൾ ഈ പ്രിക്കോഡഡ് കോഴ്സോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ഇപ്പോൾ എനിക്കില്ല. ഞാൻ ഈ മെമ്പർഷിപ്പ് ഏരിയ ആണ് ഇപ്പോൾ ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉള്ളത്. വേറെ എനിക്ക് റെക്കോർഡ് കോഴ്സ് ഞാൻ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അവിടെ നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് വന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഓർത്തോപെഡിക് മെമ്മറി നീ പില്ലോ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കൊടുക്കുന്നതിനേക്കാളും ഉണ്ടോ, നമുക്ക് നീ പില്ലോ സെലക്ട് ചെയ്യുന്ന ഒരു ടീമിനെ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പല അഡ്വർടൈസേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ കിട്ടും. ഒരുപാട് അഡ്വർടൈസേഴ്സ് ചെയ്യുന്ന അഡ്വർടൈസേഴ്സിനെ കാണാൻ കിട്ടും. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് മേ ബി ഇവിടെ നമുക്ക് എന്താ പറയുക ഒരു കൺട്രി വൈസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോകുന്ന ആഡ്സുകൾ, അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ഡേറ്റ് അല്ലെങ്കിൽ റൺ ടൈം അറ്റ്ലീസ്റ്റ് 20 ഡേയ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡ്സ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 20 ഡേയ്സൊക്കെ അത് കണ്ടിന്യൂസ് റൺ ചെയ്യണമെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് റിസൾട്ട്സ്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്കത് ഈ കൈൻഡ് ഓഫ് പ്രോഡക്ട്സുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതൊരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക നീ സോക്സ് പ്രോഡക്ട്സ്. ഈ പ്രോഡക്റ്റ് ഉണ്ടോ, ഇതൊരു 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 20 ഡേയ്സ്, ഇപ്പം June 29 തൊട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. 20 ഡേയ്സ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇതിവിടെ ലാൻഡിങ് പേജ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ലാൻഡിങ് പേജ്, ബ്രാൻഡ് ഏതാണ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണോ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ നോക്കുന്നത് ആ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇത് എക്സാക്ട്ലി നമ്മൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവർ എത്രത്തോളം ആഡ്സ് റൺ ചെയ്യുന്നുണ്ടെന്ന്. അതിൽ ഏതൊക്കെ ആഡ്സുകൾ പുവർ പെർഫോമൻസ് ആണ്, ഏതൊക്കെ ആഡ്സാണ് ഹയസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ അതിൽ എത്ര വീഡിയോ ക്രിയേറ്റീവ്സ് ഉണ്ട്. ഈവൻ വീഡിയോ ക്രിയേറ്റീവ്സൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. നമുക്കതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ നോക്കാം. പിന്നെ ഇതേപോലെയുള്ള ഈ ഒരു പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഞാൻ ഇനി അടുത്ത് ഈ ടോപ്പിക്ക് പറയാൻ നിൽക്കുകയാണ്. കണ്ടോ, ഇതൊരു അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ US-ലും UK പോലെയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ്സ് ആണ്, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോബ്ലം അവെയർ അല്ലാത്ത പ്രോഡക്റ്റുകളാണ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവെയർ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ പ്രീസെയിൽ മാർക്കറ്റിംഗ് ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടുതൽ ഒരു 40+ അല്ലെങ്കിൽ 45+ ആളുകളുടെ ഇടയിലൊക്കെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഇതാണ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് ലാൻഡ് ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു ആർട്ടിക്കിൾ പോലത്തെ ഒരു പേജിലായിരിക്കും. ഇതിനെ നമുക്ക് ലിസ്റ്റിക്കൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജാണെന്ന് പറയും.
ഈ ആർട്ടിക്കിൾ പേജിലായിരിക്കും ഇവർ ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പ്രോബ്ലംസ് പറയും. പ്രോബ്ലംസ് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു അവരെ പ്രോഡക്ട്സിലോട്ട് നമ്മൾ വിടുന്നത്. കണ്ടോ, സെയിം ഈ പ്രോഡക്റ്റിലോട്ട് എത്താൻ വേണ്ടിയാണ് ആക്ച്വലി ആ ആർട്ടിക്കിൾ പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൂടുതലും എന്താണ് പ്രോബ്ലം അല്ല എന്ന് നമുക്ക് കസ്റ്റമറിന് അറിയത്തില്ലെങ്കിൽ ആ പ്രോബ്ലം കൂടെ അറിയിച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ഓരോ അവതാസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രീസെയിൽ പേജസ് ഏതൊക്കെ ബ്രാൻഡുകൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേപോലെ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് വിൽക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്ട്സിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഗെറ്റ് ഹൂക്ക്ഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്ന കലോഡേറ്റയാണ്. കലോഡേറ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ടിക്ടോക്ക് ഷോപ്പിനകത്ത് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് കലോഡേറ്റയിൽ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ടിക്ടോക്ക് ഷോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ടിക്ടോക്കിനകത്ത് തന്നെ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ഉള്ള ഒരു മോഡലാണ് ടിക്ടോക്ക് ഷോപ്പ്. ഒരു ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പേരിൽ ഒരു ടിക്ടോക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മളെ പ്രോഡക്ട്സുകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. നമ്മളെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ പ്രോഡക്ട്സുകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. അത് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒന്നും പറ്റില്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്ട്സ് ഒന്നും പറ്റില്ല. നമ്മൾ ഓൺ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ടിക്ടോക്ക് ഷോപ്പിനെ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ടത് നമുക്ക് എന്ത് ചെയ്യാം, പല ക്രിയേറ്റേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്യാം. അവർക്ക് കമ്മീഷൻസ് കൊടുക്കാം. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 6% കമ്മീഷനാണ്. ഇപ്പോൾ ഒരു ക്രിയേറ്റർ ഈ പ്രോഡക്റ്റ് എടുത്ത് ടിക്ടോക്കിനകത്ത് അവർ കോണ്ടന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവഴി ആരെങ്കിലും ആ പ്രോഡക്റ്റ് അവർ ടിക്ടോക്ക് ഷോപ്പ് വഴി വാങ്ങുകയാണെങ്കിൽ ആ ഒരു ക്രിയേറ്ററിന് 6% കമ്മീഷൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഭയങ്കര രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു എസ്റ്റേഡ് സാധനമാണ് ഈ ടിക്ടോക്ക് ഷോപ്പ് എന്ന് പറയുന്നത്. ഇത് അതിനകത്തുനിന്ന് നമുക്കൊന്ന് നമ്മുടെ ബ്രാൻഡൊക്കെ ഒന്ന് ലിസ്റ്റായി ഒന്ന് മൂവ്മെൻ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് നമുക്ക് എന്താ പറയുക സെയിൽസൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പർട്ടിക്കുലർ പ്രോഡക്ട്സ് ഏതൊക്കെ ക്രിയേറ്റേഴ്സ് അത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ടിക്ടോക്ക് ഷോപ്പ് വരുന്നത്. ഇത് നമുക്കിങ്ങനെ പല പ്രോഡക്ട്സുകളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്രോഡക്ട്സ് തന്നെ ഹണി പില്ലോ പോലത്തെ പ്രോഡക്ട്സൊക്കെ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, എത്ര ആളുകൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഗെറ്റ് ഹുക്ക്ഡും കലോഡേറ്റയും ബേസ്ഡ് ആയിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മെമ്പർഷിപ്പ് ഏരിയയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് യൂസ് ചെയ്യാനുള്ള ടൂൾസ്, അഗ്രിഗേറ്റഡ് ടൂൾസിൻ്റെ കാര്യങ്ങൾ ഞാനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് ഞാൻ ഓവ്യൂ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ റിസർച്ച് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ പല ക്രിയേറ്റേഴ്സിനെ നമ്മൾ നോക്കുക, അത് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ആക്ച്വലി ഞാനിവിടെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ബ്രാൻഡിൽ ഞാനിപ്പോൾ 2 പ്രോഡക്റ്റ്സ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ നീ പില്ലോ ആണ് ഞാൻ ഒരു പ്രോഡക്റ്റായിട്ട് സെലക്ട് ചെയ്തത്. വേറൊരു പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ്, എന്താ പറയുക, ഇപ്പോൾ ഇവിടെ കണ്ട ഒരു പ്രോഡക്റ്റ്, ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു കുഷനാണ്, മീൻസ് നമുക്ക് ടെയിൽ ബോൺ കുഷൻസാണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ജെമിനയിൽ നിങ്ങൾക്ക് കണ്ടില്ലേ, അതിനകത്ത് നിന്നും എടുത്തതാണ് ഞാൻ. അതിനകത്ത് നിന്നുള്ള ടെയിൽ ബോൺ എന്ന് പറയുന്ന ഒരു സബ്നിഷിൽ നിന്ന് എടുത്ത സാധനമാണ്. ഇത് സെലിൻവ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവരെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇവർ ഇഷ്ടംപോലെ ആഡ്സുകൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് ബേസ്ഡ് ആയിട്ട്. ഇപ്പോൾ ഒരു ബ്രാൻഡ് ഒരുപാട് ഒരു ക്രിയേറ്റീവ്സ് അവരുടെ ബ്രാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ബ്രാൻഡിൽ അത് പുതിയ ക്രിയേറ്റീവ്സ് സെലക്ട് ചെയ്ത് ഒരുപാട് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഉണ്ടോ 242 ഡേയ്സിലായിട്ടൊക്കെ ആക്റ്റീവാണ്. ഇതവർക്ക് അത്യാവശ്യം രീതിയിൽ അത് സെല്ലാവുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇവരുടെ ട്രാഫിക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇവരുടെ സൈറ്റിലോട്ട് നമ്മൾ പോവുക. ഇതാണ് ഈ പ്രോഡക്റ്റ്. സൈറ്റിലോട്ട് പോയതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്ന ട്രാഫിക് അനലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സിമിലർ വെബിലോട്ട് വരിക.
സിമിലർ വെബ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. സിമിലർ വെബ് ഒരു അനലിറ്റിക്കൽ നമ്മൾ ട്രാഫിക് അനാലിസിസ് ബേസ്ഡ് ആയിട്ടൊരു ഒരു ആപ്പാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആപ്പാണ്. ഇത് നിങ്ങൾക്ക് ഒരു 7 days ഫ്രീ ട്രയൽ കിട്ടും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. 7 days ഫ്രീ ട്രയൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വെബ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിനകത്ത് പോയതിന് ശേഷം നമ്മളിപ്പം കൊടുത്ത പ്രോഡക്ട്സ് കേട്ടോ, സെലിൻവ എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ സൈറ്റിൻ്റെ ടോട്ടൽ ട്രാഫിക്കിൻ്റെ ഡേറ്റ നമുക്കിവിടെ കിട്ടും. ഇതെവിടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇത് എത്രത്തോളം ട്രാഫിക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് പറയുന്ന ട്രാഫിക് ഏപ്രിൽ 2026 ടു ജൂൺ 2026, ഒരു 3 മാസത്തെ ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ഓക്കെ, അതിപ്പോൾ 53,000 ട്രാഫിക് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഇവരെ കൺട്രി റാങ്ക് കൂടുതലും ഇവർ ചെയ്യുന്നത് ഡെസ്ക്ടോപ്പും മൊബൈൽ വ്യൂസും ഉണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ട്രാഫിക് വരുന്നത് ഇവർക്ക്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ട്രാഫിക് റേഷ്യോ ഇതിവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കണ്ടോ. ഇവിടെ 73% ട്രാഫിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, ഒരു 15% കാനഡയാണ്, പിന്നെ വിയറ്റ്നാം, ബ്രസീൽ. മേ ബി ഇതൊക്കെ അവരുടെ അഡ്മിൻസൊക്കെ കയറുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അവർ ടോപ്പായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് US-ലാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് UK-യിൽ അവർ അധികം മാർക്കറ്റ് ചെയ്യാത്തതാണ്. മേ ബി ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഫീബിളായിട്ടായിരിക്കും ചെയ്യുന്നത്. UK-യിൽ അവർ ചിലപ്പോൾ അവരെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മേ ബി UK-യിൽ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ സെയിം പ്രോഡക്റ്റ് നിങ്ങൾ ഇവിടെയും നോക്കുക. ഇവിടെ കെലോ ഡേറ്റയിൽ നോക്കുക. കെലോ ഡേറ്റയിൽ നമുക്ക് അതിൻ്റെ ട്രാഫിക് നോക്കണം. ഇപ്പോൾ അതിൻ്റെ പേര് ടെയിൽ ബോൺ കുഷൻ. സീറ്റ് കുഷൻ. ഈ പ്രോഡ്സ് ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും. നമ്മളത് ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ സീറ്റ് കുഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓക്കെ ഈ പ്രോഡക്ട്സ് ഉണ്ടോ. റവന്യൂ 84K ലാസ്റ്റ് 30 ഡേയ്സിൽ 84K. അപ്പോൾ ഇത് മൂവ്മെൻ്റ് ഉള്ള പ്രോഡക്റ്റാണ്. ആക്ച്വലി ആളുകളത് ഡിമാൻഡബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ഇപ്പോൾ ലോങ് സിറ്റിംഗ് ഒക്കെ ഇരിക്കുന്ന ആളുകൾ, ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ട്രാഫിക് മീൻസ് കസ്റ്റമർ അവതാരം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയാസും ഇത് വർക്കൗട്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവിങ് ആണ്, പ്രൂവൻ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്, ട്രെൻഡിങ് ആൻഡ് ഗ്രോയിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ടൂൾസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാം. കെലോ ഡേറ്റയിലൊക്കെ അത് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ടിക്ടോക്ക് ഷോപ്പിൽ അത് അത്യാവശ്യം മൂവ്മെൻറ്റ് ഉള്ളതാണ്. 84K ഒക്കെ ഒരു മാസം കൊണ്ട് എത്തുകയാണെങ്കിൽ ഓക്കെ, അത് ഡിമാൻഡ് ഉണ്ട്. പിന്നെ ക്ലിയർ ടാർഗറ്റ് കസ്റ്റമർ ഉണ്ട്, എവർഗ്രീൻ ഡിമാൻഡ് ഉണ്ട്. പ്രോഫിറ്റ് മാർജിനൊക്കെ ഇനി അടുത്ത സെഷൻസിൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ പ്രോഡക്റ്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താലും ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അവരിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. അവർ നമുക്ക് കോട്ട് തന്ന് നമ്മളെ സ്റ്റോളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുള്ളൂ. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ സപ്ലൈ ഇല്ലെങ്കിൽ നമുക്കത് പിന്നെ കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ സപ്ലയറുമായിട്ടും കണക്ട് ചെയ്യണം. അത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്, സപ്ലയർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഈ ചിലപ്പോൾ മേ ബി വേറെയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്ററിനെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. മേ ബി നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ വേറെയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ amazon.co.uk, ഞാൻ ഇപ്പം UK-യിൽ ചെയ്യുന്നുണ്ട്, ആ ഒരു amazon.co.uk നോക്കുക. ഇത് വലിയ സിനാരിയോ ഇല്ല. amazon.co.uk ഉണ്ടായിരുന്നാലും നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു
ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞ ഒരു പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, ഒരു റിസീവ്ഡ് വാല്യൂ കൂടുതലാണ്. മേ ബി അവർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിലുണ്ടെങ്കിലും അവർ അധികം കമ്പയർ ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വിത്ത് സപ്പോർട്ട് ആമസോണിലും കാണാം. ഓക്കെ, ഇതിൻ്റെ വേരിയൻസ് ഒക്കെ ഉണ്ട്. 32, 35 പൗണ്ട്സ്, 30 പൗണ്ട്സ് ആ റേഞ്ചിൽ ആമസോണിലുണ്ട്. ഓക്കെ, അത് ആമസോൺ നമുക്ക് വലിയൊരു കോമ്പറ്റീഷൻ അല്ല. ആമസോണിലുണ്ടെങ്കിലും കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, കൂടുതൽ ഭയങ്കര രീതിയിൽ സാച്ചുറേറ്റ് ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള വീഡിയോ ഞാൻ മെമ്പർഷിപ്പിലുണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓവ്യൂ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന 2 ഹീറോ പ്രോഡക്റ്റ്സ് ഇതാണ്. ഒന്ന് ഇതും, ഒന്ന് ആ നീ പില്ലോയും. ഈ ഒരു പ്രോഡക്റ്റുമാണ്. അപ്പോൾ നീ പില്ലോയും അത്യാവശ്യം മൊമെൻ്റ് ഇതിനകത്തുണ്ട്. അത്യാവശ്യം മൊമെൻ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു അവയർനെസ് സ്റ്റേജ് കൂടെ നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം ഇതും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് സെർച്ച് ഇന്ന് നിങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു കാര്യം കൂടെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്, ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് അൺഅവെയർ, പ്രോബ്ലം അവെയർ, സൊല്യൂഷൻ അവെയർ, പ്രോഡക്റ്റ് അവെയർ, മോസ്റ്റ് അവെയർ. ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റേജസ് ഓഫ് ഫണലാണ്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു സ്റ്റേജസ് ഓഫ് ഫണലാണ്. നമ്മുടെ ബ്രാൻഡിൻ്റെ സ്റ്റേജസ് ഓഫ് ഫണലാണ്. ഇപ്പോൾ ഒരു അൺഅവെയർ എന്ന് പറയുന്നത് എന്താണ് പ്രോബ്ലം എന്തെന്ന് പോലും പറയത്തില്ല ഒരാൾക്ക്. ഇപ്പോൾ ഓക്കെ, എന്താണ് പ്രോബ്ലം എന്നറിയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം പറഞ്ഞു കൊടുക്കണം. പ്രോബ്ലം അവെയർ എന്ന് പറയുന്നത് പ്രോബ്ലം അറിയാം, പക്ഷേ അവർക്ക് ആ പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ സൊല്യൂഷൻ മീൻസ് അങ്ങനെ ഒരു പ്രോബ്ലം അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. സൊല്യൂഷൻ അവെയർ എന്ന് പറയുന്നത് മേ ബി അവർക്ക് ഒരു സൊല്യൂഷൻസ് നേരത്തെ പറഞ്ഞ പ്രോബ്ലം അവെയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഞാൻ പറഞ്ഞത് മാറിപ്പോയി. പ്രോബ്ലം അവെയർ എന്ന് പറയുന്നത് അവർക്ക് പ്രോബ്ലം അറിയാം. ഓക്കെ, അവർക്ക് ഈ പ്രോബ്ലം എന്തെന്നുള്ളതെന്ന് അറിയാം. സൊല്യൂഷൻ അവെയർ എന്ന് പറയുന്നത് ഓക്കെ, അവർക്ക് ഈ പ്രോബ്ലം അറിയാം, അതിനുള്ള സൊല്യൂഷനും അറിയാം. പ്രോഡക്റ്റ് അവെയർ എന്ന് പറയുന്നത് അവർക്ക് പ്രോബ്ലം അറിയാം, സൊല്യൂഷൻ അറിയാം, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടെന്നും അറിയാം. മോസ്റ്റ് അവെയർ എന്ന് പറയുന്നത് ഓക്കെ, ഈ ഇന്ന ബ്രാൻഡ്സുകൾ വിൽക്കുന്നുണ്ട്, മേ ബി നമ്മളെ ബ്രാൻഡും അവർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അൺഅവെയറിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാടായിരിക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷൻ അവെയറും പ്രോഡക്റ്റ് അവെയറും ഉള്ള സ്റ്റേജ് നിൽക്കുന്ന പ്രോഡക്ട്സുകളായിരിക്കും നമുക്ക് കൂടുതലും നമുക്ക് സെയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ബ്രാൻഡ് അറിഞ്ഞ ശേഷമുള്ള സ്റ്റേജ് ആയിരിക്കും മോസ്റ്റ് അവെയർ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത 2 പ്രോഡക്ട്സുകളും, അപ്പോൾ ആ നീ പില്ലോയും ആ സീറ്റ് കുഷനും, മേ ബി എനിക്ക് തോന്നുന്നു സീറ്റ് കുഷൻ ചിലപ്പോൾ പ്രോബ്ലം അവെയർ ആയിരിക്കും. ഓക്കെ, എനിക്കത് ഫീൽ ചെയ്യുന്നത് പ്രോബ്ലം അവെയർ ആയിരിക്കാം. കാരണം സീറ്റ് കുഷൻസ് എന്ന് പറയുന്നത് പല കൈൻഡ് ഓഫ് സീറ്റ് കുഷൻസ് ഉണ്ട്. ഇപ്പം 10 പൗണ്ടിനുള്ള സീറ്റ് കുഷൻസ് UK അവൈലബിൾ ആണ്, 20 പൗണ്ട്സിനുള്ള സീറ്റ് കുഷൻസ് അവൈലബിൾ ആണ്, 100 പൗണ്ട്സിനുള്ള സീറ്റ് കുഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പർട്ടിക്കുലറായിട്ട് ഓക്കെ, ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലംസുകളുണ്ട്. ഓക്കെ, ആ പ്രോബ്ലം ആദ്യം അവെയർ ആക്കി കൊടുക്കുക. മേ ബി ചിലപ്പോൾ ആ അവെയറിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പേര് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് കുഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കുഷൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ടെയിൽ ബോൺ സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സ്പൈന് സപ്പോർട്ട് തരുന്ന കുഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഒരു പ്രോബ്ലം അവെയർ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഞാനൊന്നും സീറ്റ് കുഷൻസ് യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ എൻ്റെ വണ്ടിയിലപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ 2-3 ബ്രാൻഡ്സിലൊക്കെ വർക്ക് ചെയ്ത് ഇതേപോലത്തെ 2-3 ബ്രാൻഡുകളിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാറിലൊക്കെ ഞാൻ സീറ്റ് കുഷൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം അപ്പോഴത്തേക്കും എനിക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ സീറ്റ് ഒരിക്കലും ഒരു നമ്മുടെ ടൈൽ ബോണിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനിന് വേണ്ടിയോ ബിൽഡ് ചെയ്തിട്ടുള്ളതല്ല. അത് മാക്സിമം ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ ആ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാറിലൊന്നും ഇപ്പോൾ എത്ര പ്രീമിയം കാറായാൽ പോലും നമുക്ക് ഹെഡ് റെസ്റ്റ് ഒന്നും വരാത്തത്. ഹെഡ് റെസ്റ്റ് ആക്ച്വലി ഒരു കാറിൻ്റെ സീറ്റിൽ വെക്കേണ്ട ഒരു സാധനമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൊളിഷൻ വരെയാണ്, ഇപ്പം ഇത് പെട്ടെന്ന് എയർ ബാഗ് വരികയാണെങ്കിൽ നമ്മൾ ഈ നെക്ക് അതിനകത്ത് തട്ടി നെക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊരു വലിയൊരു ഹെഡ് റെസ്റ്റൊക്കെ വെച്ചൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് കാറുകളിൽ ഹെഡ് റെസ്റ്റ് വയ്ക്കാത്തത്. അപ്പോൾ ഒരു കാറിൽ നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് കൈൻഡ് ഓഫ് കുഷൻ നമ്മൾ വെക്കണം. അപ്പോൾ ഇതൊരു മിക്കവർക്കും ആ ഒരു പ്രോബ്ലം തന്നെ അറിയത്തില്ല. എന്തുകൊണ്ട് വെച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക്. ഇപ്പോൾ ലോങ് സിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് ഞാൻ ഇങ്ങനെ ഒറ്റ ഇരിപ്പിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് മേ ബി അത് ഞാൻ ഇപ്പോൾ ഒരു സീറ്റ് കുഷൻ ഞാൻ എൻ്റെ ചെയറിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതുപോലത്തെ ഒരു സീറ്റ് കുഷൻ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ചെയറിൽ. അപ്പോൾ അതെനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഒരു ടൈം ഒരു 30 മിനിറ്റ്സിന് മുകളിൽ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ സ്പൈനിൽ പ്രശ്നം ഉണ്ടാവും, എൻ്റെ ടെയിൽ ബോൺ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അവെയറാണ്. അത് ഞാൻ അവെയറായത് ഞാൻ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഞാൻ അവെയറാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ആദ്യം അവെയർ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നമ്മൾ എത്തിക്കണം. ഓക്കെ, ആ പ്രോഡക്റ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ഒരു മെത്തേഡാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ പ്രോബ്ലം അവെയർ ആയിട്ടുള്ള ഇങ്ങനെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പം മാർക്കറ്റിൽ പല പ്രോഡക്ട്സുകളുണ്ടാവും. ഇപ്പോൾ സീറ്റ് കുഷൻ തന്നെ എന്തിനു യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല ആളുകൾക്ക്. ഓക്കെ, നമുക്ക് ഇരിക്കാനൊരു സ്പോഞ്ച് ആയിട്ടുള്ളൊരു സാധനം വേണം എന്നായിരിക്കും മിക്കവരുടെയും ധാരണ. പക്ഷെ അങ്ങനെയല്ല. ഇതിന് ഓരോ സീറ്റ് കുഷനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ട് വേണം നമ്മൾ അതിനെ വാങ്ങാനും. അപ്പോൾ ഓരോ സ്പെസിഫിക്കേഷൻ കൂടുന്നതോറും നമുക്ക് അതിൻ്റെ പ്രൈസും കൂടും. അപ്പോൾ ആ ഒരു പ്രൈസ് കൂടുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രോബ്ലം അവെയറിനായിട്ട് പറയണം. അപ്പോൾ ആളുകൾ ആദ്യം ഒരു പ്രോബ്ലം അവെയർ ആക്കി എടുക്കണം ഇതിനകത്ത്. എനിക്ക് തോന്നുന്നത് നമ്മളെ സീറ്റ് കുഷൻ ചിലപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രോബ്ലം അവെയറോട്ട് തന്നെ തുടങ്ങേണ്ടി വരും. എന്തിന് നിങ്ങളത് ഉപയോഗിക്കണം, എന്തിന് നിങ്ങളിപ്പം സാധാരണ ഒരു 10 പൗണ്ട് കുഷൻ അല്ലാതെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അത് നമ്മൾ അവെയറാക്കി എടുക്കേണ്ടി വരും അവരെ. നീ പില്ലോ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു സൊല്യൂഷൻ അവെയർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അവെയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു ജസ്റ്റ് ഒരു നീയുടെ ഇടയിൽ വെക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു സൈഡ് സ്ലീപ്പേഴ്സിന് വേണ്ടിയുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ, ഞാനിത് റിസർച്ച് ചെയ്ത് ഞാൻ എന്നിട്ട് നിങ്ങളടുത്ത് ഓവർവ്യൂ പറയുന്നതാണ്. ഞാൻ ഓൾറെഡി ഇന്ന് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്ട്സ് എല്ലാം റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസർച്ച് ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ജെമിനയിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ആ ഡീപ്പ് റിസർച്ച് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ വായിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഇതേപോലത്തെ ബ്രാൻഡുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എക്കണോമിക് കുഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി, ഈ ഒരു പ്രോബ്ലം അവെയർ, സൊല്യൂഷൻ അവെയർ, പ്രോഡക്റ്റ് അവെയർ, ഇത് മൈൻഡ് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റാണോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അത് കൂടുതലും ഒരു സൊല്യൂഷൻ അവെയറെങ്കിലും ഉള്ള പ്രോഡക്റ്റ് എടുക്കുക. ഞാൻ ഇപ്പോൾ പ്രോബ്ലം അവെയർ ഇവിടെ സീറ്റ് കുഷൻ എടുത്തത് ഓക്കെ, നമുക്കിവിടെ ചലഞ്ചാണല്ലോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഐഡൻറ്റിഫൈ മീൻസ് ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് കൂടെ എടുത്തത്. മേ ബി അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അതെങ്ങനെ ട്വീക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ എടുത്തത്. ഞാനിപ്പോൾ ഒരു സൊല്യൂഷൻ അവെയർ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്, എനിക്ക് കുറച്ചുകൂടെ സെയിൽസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇതെടുത്തത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത് ഒരു പ്രോബ്ലം അവെയറിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ എന്തുമാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ ആഡ്സിലൊക്കെ എങ്ങനെ നമ്മൾ ട്വീക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു പ്രോബ്ലം അവെയർ പ്രോഡക്റ്റ് കൂടെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഈ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് പാട് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിത് ഇരിക്കുക, നിങ്ങളൊരു ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ പുറകെ ഇരുന്നാൽ മാത്രമേ നടക്കൂ. അത്യാവശ്യം അതിൻ്റെ പുറകെ നിന്ന് റിസർച്ച് ചെയ്യണം. ഓക്കെ, അത് ഈസി ആയിട്ട് കിട്ടുന്ന പരിപാടിയൊന്നുമില്ല, റിസർച്ച് ചെയ്യണം. പിന്നെ അതിനകത്ത് ഞാൻ ബാറ്ററി പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷേ അത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ബാക്സ് ഒക്കെ വരും. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓഫ്ഷോർ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്താണ് നിങ്ങൾ ആ പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കണമെങ്കിൽ അറിയാലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിലോട്ടൊന്നും പോകാതിരിക്കുക. നമുക്ക് വേണ്ടത് ആക്ച്വലി നമ്മളിവിടെ മെയിനായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു മോട്ടീവല്ല നിങ്ങളിവിടെ നിൽക്കേണ്ടത്. നിങ്ങളിവിടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു മോട്ടീവിലാണ് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു ബൈ പ്രോഡക്റ്റാണ്. ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബൈ പ്രോഡക്റ്റ് സംഭവമാണ്. നിങ്ങൾ എന്ത് കാര്യവും
ഏറ്റവും ബെസ്റ്റായിട്ട് ഒരാൾക്ക് ഒരു പ്രോഡക്റ്റോ സർവീസോ കൊടുക്കൂ, അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാവും, അവിടെ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാവുക. ഇ കോമേഴ്സിൽ അത് ഭയങ്കര രീതിയിൽ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു ഐഡിയോളജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനാണെങ്കിൽ, ഇപ്പോൾ മിക്കവരും ഇതിനെ കാണുന്നത് ഒരു പൈസ ഉണ്ടാക്കുക, ഇപ്പം എന്ത് ചെയ്താലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു അങ്ങനെ ഒരു മൈൻഡ് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് നിങ്ങൾ ഫെയിലായി പോകും. കാരണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി, വേറെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ ഇത്രയും കാര്യങ്ങളോ ഒന്നും നോക്കാനുള്ള ഒരു മൈൻഡ് പോലും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ ഏകദേശം 1 മണിക്കൂർ നിങ്ങൾക്ക് സംസാരിക്കുകയാണ്. ഇപ്പം പൈസ ഉണ്ടാക്കുക എന്നുള്ള മോട്ടീവുള്ള ഒരാളാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ 5 മിനിറ്റിനപ്പുറം ഇത് പോകത്തില്ല. കാരണം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആർക്കും ചിലപ്പോൾ വലിയൊരു ക്രൗഡിനത് ഇത് കണ്ടിരിക്കാൻ പോലും പറ്റില്ല. ഞാനിത് എക്സാക്ട്ലി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തന്നെ ഹൂക്കൊക്കെ ഇട്ട് സെയിലൊക്കെ എടുത്ത് അങ്ങനെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവരും കാണും, എല്ലാവരും അത് പറയും. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ഒരു കഥ പറയും പോലെ ഇങ്ങനെ ഇരുന്ന് അത് ഡീപ്പായിട്ടിരുന്ന് പറയുന്നത് മേ ബി ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുക പോലും ഇല്ല. ഓക്കെ, അത് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഞാൻ ഇത് പറയുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് പരിപാടി പറഞ്ഞു തരാം എന്നുള്ളതല്ല. അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല അത് പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞാനൊരു കോഴ്സോ അങ്ങനെ ഒന്നും സെല് ചെയ്യാത്തതും അതുകൊണ്ടാണ്. എനിക്കത് താല്പര്യമില്ല. കാരണം അതിലൊന്നും ഇന്നത്തെ വേൾഡിന് അതൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് നല്ലൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്കത് പറഞ്ഞു തരാത്തത്. എനിക്ക് എങ്ങനെ വേണോ അത് മാർക്കറ്റ് ചെയ്യാം. എനിക്ക് എത്ര റവന്യൂ എൻ്റെ ഏജൻസിയിലൊക്കെ മില്യൺസ് ക്രോസ് ചെയ്ത അക്കൗണ്ട്സുകളുണ്ട്, ഷോപ്പിഫൈ അക്കൗണ്ട്സുകളുണ്ട്. അതൊക്കെ ഇട്ട് എനിക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. എനിക്കത് അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല. അപ്പോൾ അത് ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വേൾഡ് അത് കാര്യമില്ല. ഞാൻ നിങ്ങളെ വലിയൊരു നമ്പേഴ്സൊക്കെ കാണിച്ച് നിങ്ങളെ ഹൂക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഒരു കോഴ്സിനകത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് എന്താണ് കാര്യം? അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടാൻ നമുക്ക് എന്തെല്ലാം എനിക്കൊരു ബ്രാൻഡ് എനിക്ക് കൺസൾട്ട് ചെയ്താൽ മതി, എനിക്ക് അത്യാവശ്യം പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരു കോഴ്സ്, ഇപ്പം സാധാരണ ഒരു കോഴ്സ് വിൽക്കുന്നതിനേക്കാളും എത്രയോ ടൈംസ് എനിക്ക് അവിടെ ബ്രാൻഡ് കൺസൾട്ടിങ്ങും എൻ്റെ ഏജൻസി വർക്ക്സിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് തന്നെ എടുത്താൽ മതി. ഒരു ബ്രാൻഡ് തന്നെ എനിക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് എനിക്ക് പോയാൽ പോരെ. ബ്രാൻഡ് ബിൽഡ് ചെയ്ത് എനിക്കൊരു കുറച്ച് കസ്റ്റമേഴ്സ് എത്തിയിട്ട് എനിക്കത് സെല് ചെയ്താൽ പോലും ഞാൻ ഈ കോഴ്സൊക്കെ വിൽക്കുന്നതിനേക്കാളും എനിക്ക് പൈസ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡ്സുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുതിയ ബ്രാൻഡ്സുകളിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനത് പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ വേണം നിങ്ങളത് വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാനൊക്കെ ഒരു മൈൻഡ് ഉണ്ടാവും. നമുക്കത് ഓക്കെ, ഒരു സ്റ്റേജിൽ നിന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയി നിങ്ങൾക്ക് അതൊരു ബ്രാൻഡിലോട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ആ ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ഫ്ലറിഷ് ആക്കി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സെയിലൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കമ്മിങ് വീഡിയോസിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് മേ ബി ഈ ചലഞ്ച് എൻഡ് ചെയ്യുമ്പോൾ ഞാനൊരു 100 ഓർഡേഴ്സ് വരെ എത്തിയതിന് ശേഷം ഞാൻ ഈ ചലഞ്ച് എൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്ന ബ്രാൻഡിനെ എങ്ങനെ ഞാൻ സ്കെയിൽ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം പ്രോഡക്റ്റ് റിസർച്ചിൽ കവറായെന്ന് തോന്നുന്നു. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഓവർവ്യൂ ആയിട്ട് പറഞ്ഞാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് മെമ്പർഷിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് മെമ്പർഷിപ്പിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ടോപ്പിക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഞാൻ ഇവിടെ എൻ്റെ ബ്രാൻഡ് നെയിം നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്തിട്ടായിരിക്കും ഞാനിത് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് കൂടെ ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ ആയിരിക്കും ഇനി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.